നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? സെൽഫ് ലവ് ഉള്ള വ്യക്തിയാണോ നിങ്ങൾ? സെൽഫ് ലവ് ഒട്ടുമില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കുറച്ചുണ്ടെങ്കിൽ അതൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് സെൽഫ് ലവ് ചലഞ്ച് സീരീസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിന്റെ 9ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതൊരു വീഡിയോ സീരീസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കും നമ്മളോടൊപ്പം ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതുപോലെ 8 ദിവസത്തെ ചലഞ്ചസും എന്താണെന്ന് മനസ്സിലാക്കി അതൊക്കെ പ്രാക്ടീസ് 8 ദിവസം എടുത്ത് 8 ദിവസത്തെ ചലഞ്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇൻഫർമേഷൻ അല്ലാതെ നിങ്ങളുടെ ലൈഫിലുള്ള ചേഞ്ചും നിങ്ങൾക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ലൂയിസ് എൽ ഹെയിന്റെ മിറർ വർക്ക് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള 21 ഡേയ്സ് ചലഞ്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് അതിന്റെ 9ാമത്തെ ഡേ ആണ്. ഇന്നർ ചൈൽഡിന്റെ പാർട്ട് 2 ആണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ലവിങ് യുവർ ഇന്നർ ചൈൽഡ്, അതാണ് ഇന്നത്തെ തീം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെൽഫ് ലവ് ഒട്ടുമില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് ചൈൽഡ്ഹുഡ് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നിരിക്കാം. അപ്പോൾ പാരന്റ്സ് അവരെ എപ്പോഴും സ്കോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ നമ്മൾ ഒരുപാട് ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കാം അന്നേരം തരുന്നത്. അവരുടെ ഒരു കോൺഷ്യസ്നെസ്, അവരുടെ ഒരു ബോധം വെച്ചിട്ടാണ് അവർ നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. സോ നമ്മൾ അതൊക്കെ വിശ്വസിച്ച്, കുട്ടിയായിരിക്കുന്ന നമ്മൾ അതൊക്കെ വിശ്വസിച്ചിട്ട് നമ്മൾ കൊള്ളൂല എന്ന് നമ്മളും വിശ്വസിച്ച് അങ്ങനെയായിരിക്കാം നമ്മൾ ചിലപ്പോൾ വളർന്ന് ഈ ഒരു പ്രായത്തിലോട്ട് എത്തിയിട്ടുണ്ടാവുന്നത്. സോ ഇന്ന് നമുക്ക് തീരുമാനിക്കാം, നമ്മൾ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് നമ്മളെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ ആ പാസ്റ്റിനെയൊക്കെ റിലീസ് ചെയ്തിട്ട് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. മിറർ വർക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാ ദിവസത്തെയും പോലെ ഒരു കണ്ണാടി എടുക്കുന്നു, കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് കണ്ണിലോട്ട് നോക്കി നമ്മൾ സംസാരിക്കുന്നു. ഇന്നലെ ഇന്നർ ചൈൽഡ് ഹീലിന്റെ പാർട്ട് 1 ആയിരുന്നു. അത് ചെയ്ത അതേ ആക്ടിവിറ്റി നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെറുതിലെ ഒരു പിക്ചർ വരച്ചിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇന്നർ ചൈൽഡിനോട് നമ്മൾ സംസാരിക്കുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ കെയർ ചെയ്യുന്നു, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് പറയുക. ഒരുപക്ഷെ നമ്മൾ ആ ഒരു ഇന്നർ ചൈൽഡിനെ, നമുക്ക് ഡിഫിക്കൽട്ട് ചൈൽഡ്ഹുഡ് ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് സ്കോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ പാരന്റ്സ് സ്കോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പലരും നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറയുന്നതെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കുന്നത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ എന്നുള്ളൊരു സാധനം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവില്ല. ഇത്രയും നാളെ നമ്മളിങ്ങനെ സെൽഫ് ക്രിറ്റിസിസം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികളായിരുന്നിരിക്കാം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമുക്കൊരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഐ എം സോറി, ഞാൻ ഇത്രയും നാളും നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പല കുറ്റങ്ങളും നിന്നെ വിമർശിച്ചിട്ടുണ്ട്, പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ റിലീസ് ചെയ്തിട്ട് ഇന്ന് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 50 വയസ്സോ 60 വയസ്സോ ഉള്ള ഒരു വ്യക്തിയാണ്, ഇത്രയും നാളെ നിങ്ങൾ സെൽഫ് ക്രിറ്റിസിസം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇന്നർ ചൈൽഡ് ഹീലാവാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം എടുക്കും. എന്നാലും നിങ്ങൾ ഈ ഒരു അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഐ റിലീസ് മൈ പാസ്റ്റ്, ഞാൻ എൻ്റെ പാസ്റ്റിനെ റിലീസ് ചെയ്യുന്നു. ഞാൻ പാസ്റ്റിൽ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവാണ്, നിന്നെ ഞാൻ കെയർ ചെയ്യാൻ പോവാണ്. അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മിറർ വർക്ക് നമുക്ക് എൻഡ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ജേർണലിംഗ് എക്സസൈസ് ആണ് ഇനി ചെയ്യേണ്ടത്. അതായത് കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെട്ടിരുന്നത്, ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പലരും നിങ്ങളെ അത് ചെയ്യല്ലേ, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിലക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഏറ്റവും അവസാനം നിങ്ങൾ ആ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തത് എപ്പോഴാണ്? ഇത് ജേർണലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ലാസ്റ്റ് ചെയ്തത് എപ്പോഴാണെന്നൊക്കെ ജേർണലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് പുറത്തു പോയി നിങ്ങൾക്ക് കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പടം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ പടം വരയ്ക്കുക. പിന്നെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന തുമ്പിനെ പിടിക്കുക, അമ്പിളിമാമിനെ നോക്കിയിരിക്കുക. പുറത്ത് മറ്റു കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ കൂടെ കളിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ചില സമയത്ത് നമുക്കതൊന്നും പോസിബിൾ അല്ലാതെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചെറിയ കുട്ടികൾ കളിക്കുന്നതൊക്കെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ പല കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇന്നത്തെ ഹാർട്ട് തോട്ട് ഓഫ് ദി ഡേ, ഇതൊരു ചെറിയ അഫർമേഷൻ ആണ്. ഐ ആം വില്ലിംഗ് ടു ചേഞ്ച് ആൻഡ് ഗ്രോ. ഞാനൊരു മാറ്റത്തിന് തയ്യാറാവണം,
ഞാൻ ഗ്രോ ചെയ്യാനും തയ്യാറാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, അത് നമുക്ക് വർക്ക് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്യാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഇത്രയും നാളെ ചെയ്തതല്ലേ, ഇനി പാറ്റേൺ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ജീവിക്കണം എന്നില്ല. നമുക്ക് മാറണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മാറാൻ പറ്റും, എന്നാലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് വന്ന മാറ്റം, ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ എംടെക് വരെ പഠിച്ചതല്ലേ, അപ്പോൾ ഈ ജോലി തന്നെ ചെയ്യണ്ടേ, ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് അന്നേരം ഉള്ളത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഈ ജോലി ചെയ്തിട്ട് ഇത് റിസൈൻ ചെയ്താൽ ഇനി എന്താവും, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ കുറേ തോട്ട്സ് കൊണ്ട് ഞാൻ കുറേ നാൾ ആ ഒരു ജോലിയിൽ തന്നെയായിരുന്നു സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഞാനൊരു മാറ്റത്തിന് വേണ്ടി ഞാൻ തയ്യാറായി. അപ്പോൾ ആ മാറ്റത്തിന് നമുക്ക് വേണ്ടാത്തൊരു സാധനത്തിൽ നിന്ന് മാറി വരുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്, നമുക്ക് വളർച്ച ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഞാൻ ലൈഫ് കോച്ചിങ് പഠിക്കുന്നതും അതുപോലെ തന്നെ സൈക്കോളജി ചെയ്യുന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിനീയറിൽ നിന്ന് സൈക്കോളജിയിലോട്ട് മാറിയപ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടായത്. അതുപോലെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്ത ഏരിയ എന്തൊക്കെയാണ്, നിങ്ങൾ ചേഞ്ച് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്, നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ വില്ലിങ് ആവുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത്. ഇന്നത്തെ അഫർമേഷനാണ് ഐ ആം വില്ലിങ് ടു ചേഞ്ച് ആൻഡ് ഗ്രോ. ലാസ്റ്റ് ആക്ടിവിറ്റി മെഡിറ്റേഷനാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ ചൈൽഡ്, നമ്മളെ വിഷമിച്ച ഒരു കുട്ടി, ആ കുട്ടീനെ നമ്മളിപ്പോൾ നമ്മുടെ പ്രസന്റ് ഇപ്പം നമ്മൾ ഏത് ഏജിലാണോ ആ ഏജിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ കണ്ണാടിയിലോട്ട് നമ്മൾ നോക്കിയിട്ട് ഇന്നർ ചൈൽഡിനോടാണെന്ന് പറഞ്ഞിരുന്നു മിറർ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കണ്ണാടിയുടെ ഉള്ളിൽ നമ്മൾ കാണുന്നത് ആ ഒരു 5 വയസ്സുള്ള ചെറിയ കുട്ടിയും കണ്ണാടിയുടെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇപ്പോഴത്തെ പ്രായത്തിലുള്ള നമ്മളുമാണ് നിൽക്കുന്നത്. സോ ഇന്ന് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് യൂസ്ഫുൾ ആവുന്നത് അങ്ങനത്തെ ചൈൽഡ്ഹുഡുള്ള വ്യക്തികൾക്കാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള ചൈൽഡ്ഹുഡുള്ള വ്യക്തികൾക്ക് ഇതെന്താണെന്ന് പോലും മനസ്സിലാവില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമുള്ളൂ നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ ആ ഇന്നർ ചൈൽഡിനെ ചെന്ന് നമ്മൾ അതിൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ നിൻ്റെ ഫ്യൂച്ചറാണ്. അത് ആ പണ്ടത്തെ ഇന്നർ ചൈൽഡാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ബുക്കിൽ എഴുതിയാക്കുന്ന രീതിയിലല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഒരു മുറിവേറ്റ കുട്ടീനെ നമ്മൾ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്ത് ഇപ്പോഴത്തെ നമ്മളാക്കി മാറ്റാൻ പോവുകയാണ്. അതായത് നമ്മൾ ശരീരം കൊണ്ട് മാത്രം വളർന്ന് ഇപ്പോഴത്തെ ഒരു 50 വയസ്സോ 60 വയസ്സിലോ എത്തി നിന്നിട്ട് കാര്യമില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഈ സെയിം ഏജിലായിരിക്കണം. അപ്പോൾ ബുദ്ധിമുട്ടുള്ള ചെറുപ്പകാലം ഉണ്ടായിരുന്ന വ്യക്തികൾ, അവർക്ക് ചിലപ്പോൾ 5 വയസ്സിലായിരിക്കാം ബുദ്ധിമുട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ 10 വയസ്സിലായിരിക്കാം. ഏത് പ്രായത്തിലാണോ അവർക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നത്, ആ ഒരു ചലഞ്ചിനെ അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കാതെ ഇരുന്നത്, അപ്പോൾ ആ ഒരു സമയത്ത് മനസ്സുകൊണ്ട് അവരവിടെ വെച്ചിട്ട് വളർച്ച മുരടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടീനെ വലുതാക്കിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഏജിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ചെന്നിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ കുട്ടി അമ്മയുടെ വയറ്റിലെ പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ 1 വയസ്സാകുന്നു, 2 വയസ്സാകുന്നു, 3 വയസ്സാകുന്നു. അങ്ങനെ അവർക്ക് പ്രായമാകുന്നത് 5 വയസ്സാകുന്നതും സ്കൂളിൽ പഠിക്കുന്നതും ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതും ആദ്യമായിട്ട് വീട്ടുകാരെ വേറെ പിരിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മനെ കാണാതെ അത് വിഷമിക്കുന്നതും. പിന്നെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾ ആലോചിക്കുക. അതായത് നിങ്ങൾ ജനിച്ചപ്പോൾ തുടങ്ങി ഇപ്പോൾ വരെയുള്ള നിങ്ങളുടെ സ്റ്റോറീസ് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾ ആ പ്രായത്തിൽ എല്ലാത്തിലും ആ കുട്ടിയുടെ കൂടെ ഉണ്ടാവുന്നത് നിങ്ങൾ കാണണം. അപ്പോൾ ഇപ്പോൾ ഒരു 5 വയസ്സിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ആ കുട്ടീനെ സംരക്ഷിക്കാനായിട്ട് ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ചെന്നിട്ട് ആ കുട്ടീനോട് പറയണം, ഞാനുണ്ട് നിന്റെ കൂടെ, നീ പേടിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട്. ശരിക്കും ആ ഒരു ഇൻസിഡന്റ് 5 വയസ്സിലാണ് ആ കുട്ടിക്ക് നടന്നത്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടീനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഞാനുണ്ടെന്ന് പറയാനോ അന്നേരം ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതായിട്ടും ആ സമയത്ത് ആ കുട്ടി എന്താണോ അന്നേരം ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ നമ്മൾ അതിന് ഓഫർ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അത് സ്കൂളിൽ പോകുന്നതും കൗമാരി പ്രായത്തിലോട്ട് വരുന്നതും ഇപ്പോൾ അതുപോലെ +1 +2 അന്നത്തെ സമയം പ്രീ ഡിഗ്രി ആയിരുന്നിരിക്കാം. ഓരോ പ്രായത്തിലും ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്ന വ്യക്തിയായിരുന്നിരിക്കാം ആ സമയത്ത്. അപ്പോൾ ഓരോ പ്രായത്തിലും നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, ആ ഡിഫിക്കൽട്ടീസിലൊക്കെ ഇപ്പോഴത്തെ ആ ഒരാൾ വന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്നതും കൂടെ നിൽക്കുന്നതും, അതായത് അവർക്ക് അന്ന് കിട്ടാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴത്തെ നമ്മൾ ചെന്ന് ഓഫർ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണുക. എന്നിട്ട് അവർക്ക് 15 വയസ്സാവുന്നതും 20 വയസ്സാവുന്നതും 30 വയസ്സാവുന്നതും
ലൈഫിൽ ഉണ്ടാവുന്ന ചലഞ്ചസ്, ഇപ്പോൾ ആദ്യമായിട്ട് ജോലി കിട്ടുന്നതും അന്നേരം ഉണ്ടായിരുന്ന സ്ട്രഗിൾസ്, ചിലപ്പോൾ ആദ്യമായിട്ട് വിദേശത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രഗിൾസ്, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റപ്പെടുന്ന സ്ട്രഗിൾസ്, വിവാഹം കഴിക്കുന്നത്, കുട്ടി ഉണ്ടാവുന്നത്, പിന്നെ അവർക്ക് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടോ കരിയറിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസോ എല്ലാവരും കണ്ടിട്ട് ഏതൊക്കെ ഡിഫിക്കൽട്ടി പീരീഡ് ഉണ്ടായിരുന്നോ അന്നേരം നമ്മൾ ചെന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണുക. എന്നിട്ട് ആ കുട്ടി വളർന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രായത്തിലോട്ട് എത്തുന്നതായിട്ട് നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, കുറേ നല്ലത് സംഭവിച്ചിട്ടുണ്ടാകും, കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലത് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാകാം. ഇപ്പോഴത്തെ ബുദ്ധിയുള്ള നമ്മൾ പണ്ടത്തെ ബുദ്ധിയില്ലാത്ത നമ്മൾ ഇരുന്നിട്ട് കമ്പയർ ചെയ്തിട്ട് അന്ന് അങ്ങനെ ചെയ്യരുതായിരുന്നോ, ഇന്നിങ്ങനെ ചെയ്യരുതായിരുന്നോ എന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കുട്ടി ഓരോ പ്രായത്തിലും അതിൻ്റെ അറിവ്, പക്വത, ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ബെസ്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. അത് ചിലപ്പോൾ ഏറ്റവും മണ്ടത്തരമായിരുന്നിരിക്കാം. പക്ഷെ മണ്ടത്തരമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ പരാജയത്തിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു നിമിഷത്തിൽ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞു പോയി, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇറ്റ്സ് ഓവർ. അതിനവിടെ വിട്ടേക്കുക. അന്നേരം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ലെസൺസ് ലേൺ ചെയ്തിട്ട് നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളുടെ നല്ല കാര്യങ്ങളെ മാത്രം നമ്മൾ അംഗീകരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ മോശം കാര്യങ്ങളെയും നമ്മൾ അംഗീകരിക്കാൻ, ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ആ മോശം കാര്യങ്ങളാണ് പിന്നീട് നമ്മളെ ഗ്രോ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീൽ ഇപ്പം നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്തത്, ഇപ്പോഴത്തെ നമ്മളുടെ ചെറുപ്രായത്തിലുള്ള നമ്മളിലേക്ക് പോകുന്നു, അതിനെ കൈപിടിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഏജിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ഡിഫിക്കൽട്ട് പീരീഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെന്ന് ആശ്വസിപ്പിക്കുന്നു. പിന്നെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നു. ഓരോ പ്രായത്തിലും നമ്മളുടെ ഏറ്റവും ബെസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഇരുന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യേണ്ട, ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എല്ലാ പ്രായത്തിലും നമ്മളുടെ എല്ലാ ഇതിലും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. അപ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ ഇങ്ങനത്തെ വിഷ്വലൈസേഷനാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ മെഡിറ്റേഷൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. 9 ദിവസത്തെ ചലഞ്ചും മുടങ്ങാതെ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ 10ാമത്തെ ദിവസത്തെ വീഡിയോയിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ മിറർ വർക്ക് നമുക്ക് തുടങ്ങിയപ്പോൾ ഇത്രയും ദിവസമായി. കറക്റ്റായിട്ട് ചെയ്തവരാണെങ്കിൽ നമ്മളുടെ ഈ ഒരു 21 ഡേയ്സ് ചലഞ്ച് സെക്ഷൻ യൂസ്ഫുൾ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഈ ഒരു ചലഞ്ച് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.